പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവ് വരാൻ കാരണം ഇന്നൊരു വീഡിയോ കണ്ടു. അതായത് ചെങ്ങന്നൂർ ബദേൽ അരമനപ്പള്ളിയിൽ സ്ഥലത്ത്, അതായത് ചെങ്ങന്നൂർ ഭദ്രാസനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഓർഡർ അനുസരിച്ച് എന്തു സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇനാഗുറേറ്റ് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ തോമസ് മാർ തീമോത്യോസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഏതായാലും അദ്ദേഹം റിബൺ കട്ട് ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. നല്ല കാര്യം. നമ്മൾ നേരത്തെ തൊട്ട് കേൾക്കുന്നതാണ്, അന്യരാജ്യങ്ങളിൽ ദേവാലയങ്ങൾ ഹോട്ടലുകളും ബാറുകളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ആയിട്ടുണ്ട് ഒരുപാട്. എന്നാൽ കേരളത്തിലെ സഭകളിൽ, ഓട്ടോ സഭകളിലെ ദേവാലയം നേരത്തെ ഊട്ടുപുരകൾ മാത്രമായിരുന്നു. അതായത് കുർബാന കഴിഞ്ഞാൽ രാവിലെ 10:00 വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് സപ്ലൈ കൊടുത്തിരുന്നു. എപ്പോഴും അല്ല, മതി, അത് ഒരു ഊട്ടുപുരയായി മാറി. വേണ്ട, ഇപ്പോഴ് അത് ഏത് സാധനം വേണേലും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനി കൂടായി മാറിയിരിക്കുന്നു. എന്താ ഇതിൻ്റെ ഉദ്ദേശം? നമ്മുടെ ദേവാലയം കച്ചവട സ്ഥാപനമായി മാറിയോ? ദൈവം എന്തുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തിൽ കയറി ചാട്ടവാറെടുത്തത്? അവിടെ പ്രാവുകളെ വിറ്റുന്നത് അവിടെ ബലിയർപ്പിക്കാനായിട്ട്, ആൾക്കാർ കൊടുക്കാനായിട്ട്, വിൽക്കാനായിട്ട്. അപ്പുറത്തെ നാണയം മാറ്റുന്നവരുടെ മേശയായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് യെരുശലേം ദേവാലയത്തിൽ യേശു ചാട്ടവാറെടുത്ത് എല്ലാത്തിനും ഓടിച്ചു പറഞ്ഞ്, എൻ്റെ ആലയം സർവ്വജനങ്ങൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞത്. ഇന്ന് അതിന് പകരം ഓട്ടോ സഭ എന്താ കാണിക്കുന്നത്? ഇനി നിങ്ങൾ ആ ദേവാലയത്തെ ഹോട്ടലാക്കി മാറ്റി. കാരണം അവിടെ പലഹാരം ഉണ്ടാക്കി വെച്ച് വിൽക്കാവുന്നൂടെ, അപ്പോൾ ലാഭം കൂടുതൽ കിട്ടും. മക്കളെ, ഇതൊക്കെ നടക്കും. 15 നോയമ്പ്. നിങ്ങൾ എന്തിനായി ഓട്ടോ സഭയിലെ മെത്രാന്മാരും പുരോഹിതന്മാരും നോയമ്പെന്നും പറഞ്ഞ് വിശ്വാസം കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ തന്നെ മാതൃകയാകണം. ഈ 15 നോമ്പിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ 2 ദിവസത്തേക്ക് മുമ്പ് ഒരു മൃതശരീരം, യാക്കോബ സഭയിലെ ഒരു മൃതശരീരം സംസ്കരിക്കാൻ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് അവരെ തടഞ്ഞു. എന്നിട്ടോട് ഈ കരഞ്ഞു പോയി പറയുക, ഞാൻ ഇന്നത്തേക്ക് നിങ്ങൾ അങ്ങ് പൊക്കോ, കൊണ്ട് അടക്കിക്കോ. നാണമില്ലാത്തവരെ. ഇനിയും ഇതല്ല, ഇത് ചെങ്ങന്നൂർ ഭദ്രാസനം എന്ന് പറഞ്ഞാൽ പല പള്ളികളുടെ ഹെഡ് അവിടെ ഹോട്ടൽ ഈ വർക്കെ പൊരിയും അതും ഇതും ആകാമെങ്കിൽ ഇനിയും മറ്റ് പള്ളികളിൽ ഇത് ആരംഭിക്കും. നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞതിലൊന്നും നിങ്ങൾ ഒന്നുകൊണ്ടും ചാടി കളിക്കാൻ വേണ്ട. ഞാനിവിടെ ജീവനോടുണ്ടെങ്കിൽ ഇതെല്ലാം കാണുന്ന തുറന്ന് പറയും. നിങ്ങൾ നാശത്തിലേക്ക് വിശ്വാസികളെ നയിക്കുകയാണ് പുരോഹിത വർഗമേ. നിനക്കൊക്കെ പണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. എന്തിനാ? നിനക്ക് സൂചിച്ചിരിക്കാനായിട്ട്. നിനക്കൊക്കെ അരവിലയിലും നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാൽ മതി. ഉദ്ഘാടനത്തിൽ എല്ലാ കുപ്പായത്തൊഴിലാളും ഉണ്ടായിരുന്നു. എല്ലാ അനീതിക്കും നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. നടത്തുകയും ഇതൊക്കെ കണ്ടുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ചിന്തിച്ചു. ഇതെല്ലാം നിങ്ങളുടെ നാശത്തിന് നിങ്ങളെ കൊണ്ടെത്തിക്കും.